നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് കുറച്ച് ഷോൾസും പിന്നെ ഷോൾ ആദ്യം കുറച്ച് ഷോൾസും കുറച്ച് സാരി അജ്രക്ക് പ്രിൻ്റ് വരുന്ന സോഫ്റ്റി സിൽക്കി മെറ്റീരിയലിൽ വരുന്ന സാരി കാണിക്കും. ആദ്യം നമുക്കങ്ങ് ഷോളിനെ കാണാം അല്ലേ. ബാന്തിനി ഈ ചില സമയത്ത് ഈ പേരെല്ലാം അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് കിട്ടത്തില്ല. ബാന്തിനി ഷോൾ ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ബാന്തിനി പ്രിൻ്റ് വരുന്ന ഒരു ഷോൾ കണ്ടോ. ഇത്രയേ ഉള്ളൂ, ഒന്നുമില്ല. പ്രിൻ്റഡ് ഷോളാണ്. നമുക്ക് പ്ലെയിൻ ഡ്രസ്സിനൊക്കെ ആയിരിക്കും കൂടുതലും ആപ്റ്റായിട്ടുള്ളത്. ഇങ്ങനത്തെ ഷോളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പലതിനിടാം. ഒരു ചെറിയൊരു സിൽക്ക് ബാന്തിനിയുടെ അറിയത്തില്ല, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ചെറിയൊരു സിൽക്കി ഫീല് തരുന്ന ഒരു മെറ്റീരിയൽ. ബ്ലാക്കാണ് മെജോറിറ്റി, ബാക്കി മെറൂണുണ്ട്. പലതിൻ്റെ കൂടെ ഇടാം ഉണ്ടോ. മൾട്ടി കളേഴ്സാണ്. ബ്ലാക്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്, മെറൂണുണ്ട്, കുറേ കളേഴ്സ് ഉണ്ട്. ഇത്ര നീളം നോർമലായിട്ടുള്ള ലെങ്ത്തൊക്കെ കേട്ടോ. ഇപ്പം എത്ര ലെങ്ത് എന്ന് ഓരോന്നും എടുത്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. ബാന്തിനി എത്രയേ ഉള്ളൂ. ഇതിപ്പം നമ്മുടെ ഒരു സെമി സിൽക്കി മെറ്റീരിയലിൽ വരും. സെമി സിൽക്ക് എന്നൊന്നും പറയുന്നില്ല, പ്രിൻ്റഡ് ഷോള്, ഒരു സിൽക്ക് ടൈപ്പ് മെറ്റീരിയൽ. ഇതിൻ്റെ കളർ വന്നിട്ടൊരു പിങ്ക് വാടാമുല്ല കളറുണ്ട്, പല കളറുകളാണ് കേട്ടോ. ഇതിങ്ങനെ മാംഗോ പ്രിൻ്റ്. മുന്താണിയൊക്കെ ഉണ്ട്, മുന്താണി പോലെ ഇങ്ങനത്തെ ഡിസൈനൊക്കെ ഉണ്ട്. എപ്പോഴും പ്ലെയിൻ ഡ്രസ്സ്, പ്ലെയിൻ ടോപ്പും ബോട്ടോ ഇടുമ്പോഴോ, ബ്ലാക്ക് ആൻഡ് ബ്ലാക്കോ വൈറ്റ് ആൻഡ് വൈറ്റോ അങ്ങനെയൊക്കെ ഇടുമ്പോഴോ, വേറെ കളേഴ്സ് ഇടുമ്പോഴോ ഒക്കെ നല്ലപോലെ ആപ്റ്റായിട്ടിരിക്കുന്നു. വരും സെയിം ആണോ? ഭയങ്കര സൗണ്ട് കൂടിയേ. മഴ പെയ്യുന്നുണ്ടോ? മഴ, വെറുതെ ഒരു മഴ. അടുത്ത കളറേ ഒരു പീക്കോക്ക് ബ്ലൂവിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ്, ഒത്തിരി ഷെയ്ഡാണ്. മൾട്ടി കളർ എന്ന് പറയാം, മൾട്ടി ഷെയ്ഡ്സാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ അതിനകത്ത് എടുത്ത് നിൽക്കുന്ന കളറ് അതാണ്. ഇതെടുത്ത് നിൽക്കുന്നത് മെറൂൺ. പിന്നെ അതിൽ യെല്ലോ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ക്രീം ഉണ്ട്. ഒതുങ്ങിയൊക്കെ കിടക്കാനൊക്കെ ഭയങ്കര പറ്റിച്ചേർന്ന് കിടക്കത്തില്ല. എന്നാലും ഇപ്പോൾ പുത്തനോടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഒരു ചെറിയൊരു സ്റ്റിഫ്നെസ് ഒക്കെ ഉണ്ട്. ഇത് പിന്നെ ഇത് ഇച്ചിരി റേറ്റുള്ള ഷോളാണ്, ക്രേപ്പിൻ്റെയാണ്, പ്യുവർ ക്രേപ്പാണ്. എങ്ങനെ വേണേലും കിടക്കും കേട്ടോ. നല്ല ലെങ്ത്തും ഇതും എല്ലാം ഉണ്ട്. ശരീരത്ത് ഉപയോഗിക്കാൻ നല്ല എളുപ്പമാണ്. ഇതിപ്പം വന്നിട്ട് റെഡും മെറൂണും കൂടെ മിക്സ് ആയിട്ടുള്ള, പിന്നെ അതിൻ്റെ കൂടെ ഒരു ക്രീമും കൂടെ മിക്സ് ആയിട്ടുള്ള ഇങ്ങനെ ടാസിലൊക്കെ ചെയ്ത ഷോള്. അതിൻ്റെ കളേഴ്സ്, അതിൻ്റെ ഒരെണ്ണം കൂടെ അവിടെ ഇരിക്കുന്നു. ഗ്രേ ആണ് കൂടുതൽ. ഗ്രേയും ക്രീമും, ഗ്രേയുടെ ലൈറ്റും ഡാർക്കും എന്നിട്ട് ഇങ്ങനെ. ഈ ഷോള് കണ്ടിട്ട്, പ്രിൻ്റ് കണ്ടിട്ട് ഷോളിൻ്റെ വില ഓർക്കില്ല കേട്ടോ. മെറ്റീരിയൽ വേറെ വ്യത്യാസപ്പെട്ട് കാണും. അപ്പോൾ ഒരേ മെറ്റീരിയൽ കണ്ടിട്ട് വില വ്യത്യാസം ഉണ്ടെന്ന് പറയരുത്. കാരണം തൊട്ട് നോക്കിയാലേ അതിന് മെറ്റീരിയലുള്ള വ്യത്യാസം അറിയത്തുള്ളൂ. ഇത് പണ്ടാരാണ്ട് പറഞ്ഞാൽ തന്നെ ഒരു പഴഞ്ചൊല്ല് നമ്മൾ പറയുമല്ലോ, അല്ല എന്താ പറയുന്നത്, ആ പഴഞ്ചൊല്ല് എന്നാന്ന്, ഇങ്ങനെയാണോ അല്ലേലും അങ്ങനെയാണല്ലോ. അതിൻ്റെ കളറ് പറഞ്ഞില്ല. അതിൻ്റെ കളറുണ്ടല്ലോ, വാടാമുല്ലയുടെ ഒരു കളറായിരുന്നേ, നേവി ബ്ലൂ അങ്ങനെ ഏതാണ്ട് ഒരു ഷെയ്ഡ്. അല്ല, ഇത് നേവി ബ്ലൂ അല്ലേ, നേവി ബ്ലൂവിൻ്റെ ലൈറ്റും ഡാർക്കും. അപ്പോൾ ഷോൾ അത്രയേ ഉള്ളൂ, കുറച്ച് ഷോള്. സാരി ഇപ്പം ഇന്ന് രണ്ട് ടൈപ്പ്. ആദ്യത്തേത് ഇത് നമ്മുടെ സോഫ്റ്റി സിൽക്കി മെറ്റീരിയലിൽ വരുന്ന അജ്രക്ക് പ്രിൻ്റ് വരുന്ന സാരി.
നമുക്ക് ഈ പറയുന്ന പോലെ ചുമ്മാ സാരി എന്ന് പറയാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫങ്ഷൻ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിറച്ചും അജ്രക്കിൻ്റെ പ്രിൻ്റാണ് ഇങ്ങനത്തെ സാരി. ഇതിപ്പോൾ ടീൽ ബ്ലൂ ഷെയ്ഡ് മുന്താണി വന്നിട്ട് ദേ ഇങ്ങനെ. എന്ത് റഫ് യൂസ് ചെയ്താലും ഒരു കുഴപ്പമില്ല. എന്ന് ചോദിച്ചാൽ റഫ് യൂസ് ചെയ്താന്ന് പറഞ്ഞാൽ തോന്നിയ പോലെ ഇങ്ങനെ എടുത്തിട്ട് ഉപയോഗിക്കാമെന്നല്ല. അത്യാവശ്യം എന്നാ പറയുന്നത്, ഓവർ കെയറിങ് ഒന്നും വേണ്ടാത്ത എന്നാലും നല്ല സോഫ്റ്റാണ് കേട്ടോ. മെറ്റീരിയൽ നല്ല സോഫ്റ്റാണ്, ഒരുമാതിരി പടുപടാന്നൊന്നും നിൽക്കത്തില്ല, നല്ല സോഫ്റ്റാണ്. തൊടുമ്പോഴും സോഫ്റ്റാണ്, ഉപയോഗിക്കുമ്പോഴും സോഫ്റ്റാണ്, എല്ലാം കൊണ്ടും നല്ലൊരു മെറ്റീരിയൽ. അജ്രക്കിൻ്റെ പ്രിൻ്റ്, അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. അജ്രക്കിൻ്റെ പ്രിൻ്റ് വരുമ്പോൾ ഉള്ള ആ ഒരു ഭംഗി. ഇതിപ്പോൾ ടീൽ ബ്ലൂ ഷെയ്ഡ്, ഇതിപ്പം മെറൂണ്, അടുത്തത് മെറൂണ്. അയ്യോ ബ്ലൗസ് കാണിച്ചില്ല അല്ലേ, ഇത്ത കാണിക്കാവേ, സോറി ബ്ലൗസ് കാണിച്ചില്ല. നല്ല ഡാർക്ക് മെറൂൺ ഇങ്ങനെ വരും, മുന്താണി ഇങ്ങനെ വരും. ബ്ലൗസ് ദേ ഉണ്ട് ഇങ്ങനെ പ്ലെയിൻ വന്നിട്ട് അതിലിങ്ങനെ ബുട്ട പോലെ ഒരു സാധനം, അത്രേ ഉള്ളൂ. സാരി ഇത് ഒരു സിൽക്കി ടച്ചൊക്കെ ഉണ്ട്, സോഫ്റ്റി സിൽക്ക് എന്ന് പറയാം. സിൽക്കി ടച്ചൊക്കെ ഉണ്ട്, ചുമ്മാ ഉടുക്കുമ്പം നല്ലതാണ്. ഇത് കണ്ടോ പടം, ബോട്ടിൽ ഗ്രീൻ. ബോട്ടിൽ ഗ്രീൻ ഈ വിലയ്ക്ക് നല്ല സാരിയാണ്. നമുക്ക് എത്ര കാലങ്ങളോളം വേണമെങ്കിലും കിടക്കും. പ്രത്യേകിച്ചും സാരി ഫോളും കൂടെ ഒക്കെ വെച്ച് ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് ചുമ്മാ പുറത്തൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് എടുത്ത് കൊടുക്കാനും ഒന്ന് അയൺ ചെയ്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും ഇല്ല എന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല കേട്ടോ, ഞാൻ അങ്ങനെ നമ്മൾ ഉപയോഗിച്ച് നോക്കുന്നില്ലല്ലോ. ഈ സെമി സിൽക്ക് മെറ്റീരിയൽ വരുമ്പോൾ എല്ലാം അങ്ങനെയാണല്ലോ, ഒരു ഇതുണ്ടല്ലോ അങ്ങനെ. ഇത് മുന്താണി, ഇത് ബോഡി, ബ്ലൗസ് ഇങ്ങനെ. പിങ്ക്, ഡാർക്ക് പിങ്ക് അല്ലെങ്കിൽ മജന്ത കളർ. ഇതിനൊക്കെ നല്ല എളുപ്പമായിട്ടോ, നല്ല ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറാണ്. ഫങ്ഷൻ വെയർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാലേ നല്ല സാരിയാണ്, നല്ല കളർഫുള്ളുമാണ്, നല്ല ഭംഗിയാണ്. കണ്ടോ ബ്ലൗസ് ഇത്, അല്ല മുന്താണി ഇത്, ബ്ലൗസ് ഇതുകൊണ്ട് ഇത് സാരി ഇത്. അജ്രക്ക് പ്രിൻ്റ് വരുന്നതുകൊണ്ട് അതിന് അതിൻ്റേതായ ഒരു എന്നാ ഉണ്ട്. ഈ മുമ്പേ കാണിച്ച ഇതാണോ? അത് ഡാർക്ക് മെറൂണാ അല്ലേ? ഇത് റെഡിഷ് മെറൂണാ അല്ലേ? മസ്റ്റാർഡ് യെല്ലോ. മസ്റ്റാർഡ് യെല്ലോ. മുന്താണി വന്നിട്ട് ഇങ്ങനെ, ബ്ലൗസ് ഇങ്ങനെ, നല്ല തെളിമയുള്ള കളറ്. ഇനി ഇത് റെഡിഷ് മെറൂൺ. റെഡിഷ് മെറൂൺ കണ്ടോ, നല്ലല്ലേ? മുന്താണി ഇങ്ങനെ, ബ്ലൗസ് ഇങ്ങനെ. നമുക്കിത് കണ്ടാൽ വെറും സിമ്പിൾ സാരി എന്ന് തോന്നും. നമ്മൾ എന്നിട്ട് എന്തെങ്കിലും ഇപ്പം ചുമ്മാ കൊടുക്കുന്നവർ പഫ് സ്ലീവൊക്കെ ഇപ്പോൾ ഇതാണല്ലോ, ട്രെൻഡാണല്ലോ. പഫ് സ്ലീവൊക്കെ വെച്ച് നല്ലൊരു ഓർണമെൻ്റൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇനിയേ നമുക്ക് പ്ലെയിൻ, ഇപ്പം ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടമുള്ളതാണ് ലൈറ്റ് ഷെയ്ഡ്. അതായത് ഇപ്പോൾ ക്രീം, ലൈറ്റ് യെല്ലോ, ലൈറ്റ് യെല്ലോ അല്ല, ക്രീം, ലൈറ്റ് ഗോൾഡൻ, അങ്ങനത്തെ കളറിൽ ഡാർക്ക് ബോർഡർ വരുന്നത്. ഇത് വലിയ റേറ്റുള്ള സാരിയൊന്നുമല്ല, പക്ഷേ
നല്ലൊരു സാരിയാണ്. എൻ്റെ സ്റ്റഫും കാര്യം ഇത് കണ്ടോ. ഇനിയിപ്പോൾ ലൈറ്റ് സാരികൾക്ക് ഒത്തിരി ആൾക്കാർക്ക് ആവശ്യം വരും. കാരണം മെയ് മാസം അങ്ങോട്ട് വന്നു കഴിയുമ്പം ആദ്യ കുർബാന പിന്നെ അങ്ങനത്തെ ചടങ്ങുകളൊക്കെ വരുമ്പോഴത്തേനുമേ ആണ് സാരി ഇങ്ങനെ ഒരു വീവിങ് പോയി കയറ്റേ കൂടി ഇങ്ങനെ ബുട്ടായുണ്ട്. അതിൻ്റെ വീവിങ് ഇങ്ങനെ ഒരു ഇതാണ്. ഇതിപ്പോൾ ഇവിടെ വന്നിട്ട് ബോട്ടിൽ ഗ്രീൻ്റെ ഒരു ഷെയ്ഡാണ് ബോർഡറായിട്ട് വരുന്നത്. മുന്താണി ഇതേ ഇങ്ങനെ വരും. ബ്ലൗസ് ഈ ബോട്ടിൽ ഗ്രീൻ്റെ ഡാർക്ക്, ബോട്ടിൽ ഗ്രീൻ്റെ നല്ല ഡാർക്ക്, ബ്ലാക്ക് പോലെ തോന്നുന്ന ഒരു ഡാർക്ക്. നമ്മുടെ ഇതിലൊക്കെ ബോട്ടിൽ ഗ്രീൻ്റെ ബ്ലൗസ് ഉണ്ടെങ്കിൽ ഇടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ വ്യത്യാസം വരുമായിരിക്കും. കാരണം ഇതിനൊരു സിൽക്കി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പം അങ്ങനത്തെ ഉള്ള ബ്ലൗസ് ഇടണം, അതായിരിക്കും ഭംഗി. കളർ മാത്രം നോക്കിയാൽ പോരെ, ബ്ലൗസിൻ്റെ മെറ്റീരിയലും കൂടെ നോക്കണം സാരിക്ക് മാച്ച് ചെയ്യുമ്പോഴേ അല്ലേ. ദേ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് കണ്ടോ. ആദ്യമേ അത് കാണിക്കാം, കാരണം ആ ഫോൾഡിങ് വെച്ചിട്ട് നോക്കുമ്പം അത് കാണിക്കാൻ എളുപ്പമാണ്. ഇത് മുന്താണി മെറൂൺ കളറേ. എന്നാ മെറ്റീരിയൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മിക്സ് ഉള്ളൊരു മെറ്റീരിയലാണ്, ഒരു സിൽക്കി മെറ്റീരിയൽ പോലത്തെ. ഇത് കണ്ടോ, ഇത്രയും ഉള്ളു കനം, ഇത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു മെറ്റീരിയൽ, ഒഴുകി കിടക്കുന്ന രീതിക്കുള്ളതാണ്. പിന്നെ അങ്ങ് ഭയങ്കര ഷിഫോൺ പോലെ എന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ, അത്ര ഒഴുക്കനില്ല. അങ്ങനെ ഒരു സാരി. ഇപ്പോൾ വരുന്ന മെറ്റീരിയലുകളെല്ലാം ഇപ്പോൾ സാരിക്കാണേലും അതെ എന്തിനാണേലും അതെ പലതിൻ്റെ കോമ്പിനേഷൻസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല, പലതിൻ്റെ മിക്സായിട്ടും അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ ബനാറസിയാന്ന് പറഞ്ഞാലും ബനാറസിക്കകത്ത് വേറെ മിക്സ് ചെയ്തും അതിൻ്റെ കോപ്പി മീൻസ് സെമി. അപ്പോൾ നേവി ബ്ലൂ, ബോട്ടിൽ ഗ്രീനാ മെറൂണോ, ഇത് നേവി ബ്ലൂ. മുന്താണി വന്നിട്ട് ദേ ഇങ്ങനെ കണ്ടോ. ബ്ലൗസ് നേവി ബ്ലൂ ആണ്ടേ, നേവി ബ്ലൂ കളർ ബ്ലൗസ്. അങ്ങനെ ഒരു സാരി. അത്രയേ ഉള്ളൂ. ഇനി ഫങ്ഷൻ വെയർ ആയിട്ടുള്ള ഒത്തിരി സാരികൾ വന്നിട്ടുണ്ട്, ഞാൻ കാണിക്കാം കേട്ടോ. എപ്പോഴാണ് കാണിക്കുക, എല്ലാ ദിവസമായിട്ട് കാണിക്കാം. നെറ്റ് കോട്ട സാരി ഉറപ്പായിട്ടും ഇന്ന ദിവസം ഈ ആഴ്ച എന്നാണെങ്കിലും നെറ്റ് കോട്ട സാരി കാണിക്കും. നെറ്റ് കോട്ട അല്ലെങ്കിൽ ഗ്ലാസ് കോട്ട സാരി കാണിച്ചിരിക്കും. എന്തോരമാണോ എൻക്വയറി വരുന്നത്. ഡെയിലി ഒരു 10 സാരിയുടെ എങ്കിലും പടം ഒന്ന് ചോദിക്കും. എന്നിട്ട് ഇതിലേതെങ്കിലും ഉണ്ടോ ചോദിക്കും. ഉണ്ട്, കാണിക്കാൻ വേറെ ഒന്നും കൊണ്ടല്ല, അത് കാണിക്കുമ്പോൾ അങ്ങ് സെയിൽ ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ ഫോട്ടോ എന്നുവെച്ചാൽ ഡീറ്റെയിൽസ് പറയാതെ നമ്മളത് സെയിൽ ചെയ്താൽ ശരിയാവത്തില്ല. അന്ന് എനിക്കൊരു നേരത്തെ കാണിച്ചിട്ടുള്ളതാണെങ്കിൽ പോലും ഇത്രയും എല്ലാം കാണിച്ചും പറഞ്ഞും പോയാൽ പോലും പിന്നീട് പലതും മനസ്സിലാക്കാതെ അയ്യോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നവരുണ്ട്. അപ്പം പിന്നെ അതിലും ഭേദം നമ്മൾ കാണിച്ച് തന്നെ എല്ലാം ബോധ്യപ്പെടുത്തി അങ്ങ് തരുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പുതുതായിട്ട് കാണുന്ന ആൾക്കാർ ഒത്തിരി പഴയ വീഡിയോയ്ക്കകത്ത്, അതായത് എനിക്ക് തോന്നുന്നു 1 വർഷം മുന്നത്തെ വീഡിയോയ്ക്കകത്തുനിന്ന് വരെ എൻക്വയറി വരുന്നുണ്ട്. അത് ഈ സബ്സ്ക്രൈബ് ചെയ്യാത്തപ്പോൾ ഇവിടുന്ന് ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ കയറി വരുന്ന വീഡിയോസ് കാണുന്നതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പം താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ അതിനടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ജസ്റ്റ് ഒരു ടച്ച് കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് വീഡിയോ വരുമ്പോഴേ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.